ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫ്യൂം എങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ധാരാളം പെർഫ്യൂമുകൾ ഉണ്ടാവാം. പല ബ്രാൻഡിലും പല തരത്തിലുള്ള പെർഫ്യൂമുകൾ ഉണ്ടായേക്കാം. അതിലുപരി പല പെർഫ്യൂമുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന സെയിൽസ്മാൻമാരും ഉണ്ടായേക്കാം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമായ, നമുക്ക് അനുകരിക്കുന്ന, അതായത് നമുക്ക് ഉപകരിക്കുന്ന, നമുക്ക് യോജിച്ച സ്മെൽ ഏതാണെന്ന് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ സ്മെല്ല് നമ്മൾ സെയിൽസ്മാൻമാരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്മെല്ലുകളുടെ പെർഫ്യൂമുകൾ നമ്മളെ മുമ്പിൽ അവർ നിരത്തി തരും. ഒരിക്കലും സെയിൽസ്മാൻമാരുടെ പ്രൊമോട്ട് അനുസരിച്ച് നമ്മൾ പെർഫ്യൂം വാങ്ങിക്കരുത്. സെയിൽസ്മാൻമാർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തരുന്ന പെർഫ്യൂമുകൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ പെർഫ്യൂം നമ്മളിലേക്ക് തിരഞ്ഞെടുക്കാൻ. നമ്മൾ കടയിൽ ചെന്നാൽ എങ്ങനെയാണ് പെർഫ്യൂം ടെസ്റ്റ് ചെയ്യേണ്ടത്? ആ കടയിൽ പെർഫ്യൂം സ്ട്രിപ്പ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അതായത് മിക്ക പെർഫ്യൂം കടകളിലും പെർഫ്യൂമിന് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രിപ്പുകൾ ലഭിക്കുന്നതാണ്. അതൊരു പേപ്പർ സ്ട്രിപ്പാണ്. ഈ പേപ്പർ സ്ട്രിപ്പിൽ പെർഫ്യൂമിൻ്റെ സുഗന്ധങ്ങളും ലാസ്റ്റിങ്ങും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രങ്ങളിൽ നമ്മൾ പെർഫ്യൂം അടിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാളും വേഗത്തിൽ തന്നെ നമുക്ക് ആ പെർഫ്യൂം സ്ട്രിപ്പുകളിൽ കിട്ടുന്ന സുഗന്ധം, ലാസ്റ്റിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് മിക്ക പെർഫ്യൂം കടകളും ഈ പേപ്പർ സ്ട്രിപ്പ്, പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രിപ്പ് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ പേപ്പർ സ്ട്രിപ്പിൽ പെർഫ്യൂം അടിച്ചു നോക്കി അത് ജസ്റ്റ് വായുവിൽ ഒന്ന് ഒരു വിശറി പോലെ വീശിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആദ്യത്തെ സ്മെല്ല് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് ആ പെർഫ്യൂം സ്ട്രിപ്പുകൾ നമ്മൾ നമ്മുടെ കൈവശം വെക്കുക. ഏതാണോ നമ്മൾ അടിച്ച ആ പെർഫ്യൂം, അതിന്റെ പേര് ആ പെർഫ്യൂം സ്ട്രിപ്പിൽ എഴുതണം. അതുപോലെയുള്ള മറ്റുള്ള വ്യത്യസ്തമായ പെർഫ്യൂമുകളും പലതരത്തിലുള്ള പെർഫ്യൂം സ്ട്രിപ്പുകളിൽ അടിച്ച് നമ്മൾ അതിന്റെ പേര് സഹിതം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ആ കടയിൽ നിന്നും നമുക്ക് മെല്ലെ പുറത്തൊക്കെ പോയി ഈ പെർഫ്യൂം സ്ട്രിപ്പുകളൊക്കെ നമ്മളുടെ കൈവശം ഭദ്രമായി സൂക്ഷിക്കണം. നമുക്ക് അനുയോജ്യമായ പെർഫ്യൂം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റിംഗ് കണ്ടെത്തലാണ് അടുത്ത ദൗത്യം. അപ്പോൾ നമ്മളുടെ കൈവശമുള്ള ഈ പെർഫ്യൂം സ്ട്രിപ്പുകൾ, അതിലടിച്ചിട്ടുള്ള പെർഫ്യൂമുകൾ എത്ര സമയം വരെ ലാസ്റ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് ഈ പെർഫ്യൂം സ്ട്രിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പെർഫ്യൂം സ്ട്രിപ്പുകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ പെർഫ്യൂം സ്ട്രിപ്പുകളിൽ ആണ് ഇതിന്റെ ലാസ്റ്റിംഗ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ പെർഫ്യൂം സ്ട്രിപ്പുകളുടെ സ്മെൽ അതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ പെർഫ്യൂം അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്, അതിൻ്റെ സുഗന്ധം അത്യാവശ്യം ഗുണമേന്മയുള്ളതാണ് എന്ന്. ഇത്തരത്തിൽ പെർഫ്യൂം സ്ട്രിപ്പുകളിലൂടെ നമ്മൾക്ക് അനുയോജ്യമായ പെർഫ്യൂം തിരഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നമ്മളുടെ ശരീരഭാഗത്ത് ആ പെർഫ്യൂം ഒന്ന് അടിച്ചു നോക്കുക. ഒരിക്കലും പെർഫ്യൂം അടിച്ച ഭാഗത്ത് അതിന് ഉരച്ചു നോക്കരുത്. അത് അതിൻ്റെ വഴിക്ക് വിടണം. പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും നമ്മൾ ആ സ്മെല്ല് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ടോപ്പ് നോട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിന് മൈഗ്രെയിൻ അല്ല മറ്റു മേഖലയിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും നമ്മളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചല്ലാത്ത പെർഫ്യൂം നമ്മൾ തിരഞ്ഞെടുക്കരുത്. ചില പെർഫ്യൂമുകൾ നമ്മൾക്ക് വളരെ അധികം അസ്വസ്ഥത ഉണ്ടാക്കാം. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ സിന്തറ്റിക് ഓയിലുകളാണ്. സിന്തറ്റിക് ഓയിലുകൾ ഒരുപക്ഷെ മനുഷ്യന് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തേക്കാം
പറ്റില്ല. കെമിക്കലുകളാണ് ഇതിൽ അധികവും. എക്സ്ട്രാക്ട് ചെയ്ത പെർഫ്യൂം ഓയിലുകളേക്കാൾ കൂടുതൽ ഇന്ന് വരുന്ന പെർഫ്യൂമുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കെമിക്കലുകളാണ്. പലതരത്തിലുള്ള സിന്തറ്റിക് ഓയിലുകളാണ് ലാബുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഓയിലുകളാണ് ഇന്ന് ഏറ്റവും അധികം പെർഫ്യൂമുകളിൽ ഉപയോഗിച്ചു വരാറുള്ളത്. ചെറിയ ചെറിയ പെർഫ്യൂം കമ്പനികൾ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള സിന്തറ്റിക് ഓയിലുകളാണ്. ഇതിൻ്റെ തലപ്പത്ത് കുറച്ച് മാത്രമേ അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള പെർഫ്യൂം ഓയിലുകൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് അത്ര പെട്ടെന്ന് തന്നെ ഇത്തരം കെമിക്കലുകൾ യോജിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആ ഒരു നിജസ്ഥിതിക്കനുസരിച്ചല്ലാത്ത പെർഫ്യൂം ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. വളരെ വ്യത്യസ്തമായ അസ്വസ്ഥതകൾ നമ്മളിൽ ഉണ്ടായേക്കാം ചില പെർഫ്യൂമുകളിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു പെർഫ്യൂം നമ്മുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം അതിനൊന്ന് ഗ്രഹിച്ചു നോക്കണം, നമുക്ക് വല്ല അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഓരോ ഭാഗത്ത് ഒന്നിൽ കൂടുതൽ പെർഫ്യൂമുകൾ അടിക്കാൻ പാടില്ല. കാരണം ഇത് കൊളാബറിക്കൽ സ്മെൽ ഉണ്ടാക്കുന്നതാണ്. കാരണം പെർഫ്യൂമുകൾ നിശ്ചിത സമയം കൊണ്ട് അതിലുള്ള കെമിക്കലുകൾ മറ്റു പെർഫ്യൂമിനകത്തുള്ള കെമിക്കലുമായി സമ്പർക്കം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് വ്യത്യസ്തത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അടുത്തടുത്തായ സ്ഥലങ്ങളിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യരുത്, രണ്ട് തരത്തിലുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പെർഫ്യൂം സ്മെല്ല് ചെയ്യേണ്ടി വരുന്നതായ ഒരവസ്ഥ ഉണ്ടായേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരിക്കലും ഒരു പെർഫ്യൂം നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പെർഫ്യൂം സ്മെല്ല് ചെയ്യുന്നതിന് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഓൾഫാക്ടറിയിൽ ആദ്യത്തെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരിക്കലും രണ്ടാമത്തെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അത്രയധികം രസിച്ചെന്ന് വരില്ല. കാരണം നമ്മുടെ ഓൾഫാക്ടറിയുടെ വേഗത കുറഞ്ഞതാണ് ഓൾഫാക്ടറിയുടെ പ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു ഐഡിയ, നമ്മൾ ചെല്ലുന്ന ആ ഷോപ്പിൽ വല്ല കോഫി പോട്ടോ കോഫി പൗഡറോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആവശ്യപ്പെടുക. അത്തരത്തിലുള്ള പോട്ടുകളുണ്ടെങ്കിൽ ഒരു പെർഫ്യൂം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു 1-2 മിനിറ്റിന് ശേഷം നമുക്ക് ആ പെർഫ്യൂം യോജിച്ചില്ല എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ കോഫി പോട്ടിൽ നമ്മളൊന്ന് സ്മെൽ ചെയ്താൽ ആ പെർഫ്യൂമിൻ്റെ സ്മെൽ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. കോഫിക്ക് അത്രയും പ്രാധാന്യമുണ്ട് പെർഫ്യൂം സ്മെൽ ചെയ്യുന്നതിൽ. മിക്ക പെർഫ്യൂമിൻ്റെ ആശാന്മാരും അവരുടെ സ്മെൽ ചൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടെ അവർ കോഫി പോട്ടിൽ സ്മെൽ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കോഫി പോട്ട് അല്ലെങ്കിൽ കോഫിയുടെ ആ കുരു, അതിൻ്റെ ആ സ്മെല്ല് നമ്മൾ ഓൾഫാക്ടറിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു പെർഫ്യൂം നമ്മൾ സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യോജിച്ചതല്ല എന്ന് തോന്നിയാൽ അടുത്തൊരു പെർഫ്യൂം സ്മെൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം, ഒരു കോഫി പോട്ട് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കോഫി പോട്ടിൽ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ കോഫി പോട്ട് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യം നമ്മൾ സ്മെൽ ചെയ്ത ആ ഒരു പെർഫ്യൂമിൻ്റെ മണം നമ്മളിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ അപ്രത്യക്ഷമാകും. പിന്നെ നമുക്ക് എത്ര പെർഫ്യൂം വേണമെങ്കിലും ഇതുപോലെ നമുക്ക് സ്മെൽ ചെയ്ത് നോക്കാം. ഒരിക്കലും നമ്മളൊരു ദിവസത്തിൽ വളരെയധികം പെർഫ്യൂമുകൾ സ്മെൽ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉചിതം. കാരണം പെർഫ്യൂമിൽ വളരെ അധികം കാഠിന്യമുള്ള കെമിക്കൽസുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ശ്രവണശക്തി അത് സാരമായി ബാധിക്കും. നമുക്ക് നമ്മളുടെ ഓൾഫാക്ടറിയുള്ള കഴിവുകളെ നമ്മൾ കൂടുതൽ ഈ പെർഫ്യൂമുകളെ സ്മെൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓൾഫാക്ടറിയുടെ പ്രവർത്തനത്തിന്, നമ്മുടെ ആ ഒരു മൂക്കിൻ്റെ നമ്മൾ സ്മെൽ ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ ഇല്ലാതാക്കി കളയും. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു പക്ഷേ ഇത് സംഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ സ്മെൽ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പെർഫ്യൂമിൻ്റെ സിന്തറ്റിക് ഓയിലുകൾ അത്യാവശ്യം കാഠിന്യം കൂടിയ കെമിക്കൽസുകളാണ്. കാരണം ചില കെമിക്കൽസുകൾ ഇതിൽ ഡയലൂഷൻ ചെയ്തിട്ട് വരുന്ന, അതായത് 10% പോലും അതിൽ താഴെയും ഡയലൂട്ട് ചെയ്തിട്ട് വരുന്ന കെമിക്കൽസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടിയാണ് ഇത്തരം ഡയലൂഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പെർഫ്യൂം ട്യൂട്ടോറിയലുകളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കരുത്.
സാവധാനത്തിൽ സമയമെടുത്ത് എല്ലാ സൗകര്യത്തിനും അനുസരിച്ചിട്ടുള്ള പെർഫ്യൂം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരിക്കലും നമ്മളുടെ ശരീരത്തിന് അനുയോജ്യമല്ലാത്ത പെർഫ്യൂം തിരഞ്ഞെടുക്കരുത്. ഇത് നമ്മുടെ ജീവിത രീതിയെ തന്നെ സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പരമാവധി ഘനം കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ചിലർക്ക് വുഡി ബേസ് നോട്ട് വരുന്ന, അല്ലെങ്കിൽ മസ്കി ബേസ് നോട്ട് വരുന്ന, അല്ലെങ്കിൽ അംബറി ബേസ് നോട്ട് വരുന്ന പെർഫ്യൂമുകളാകാം, അല്ലെങ്കിൽ വാനില ടൈപ്പിൽ വരുന്ന പെർഫ്യൂമുകളാകാം ബേസ് നോട്ടിൽ ഇഷ്ടപ്പെടുക. എന്നാൽ ചിലർക്ക് സ്പൈസസ് തരത്തിലുള്ള സ്മെല്ലുകളാണ് ബേസ് നോട്ടിൽ ഇഷ്ടപ്പെടാറുള്ളത്. എന്നാൽ മിഡിൽ നോട്ടിൽ ചിലർക്ക് ഫ്ലോറൽ ആവാം, അല്ലെങ്കിൽ ഫ്രൂട്ടി ആവാം, സ്വീറ്റി ആവാം, അല്ലെങ്കിൽ വാനിലിൻ ആവാം. ഇത്തരത്തിലുള്ള പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് ബേസ് നോട്ട് അത്ര പ്രാധാന്യമുള്ളതല്ല. അവർക്ക് കുറഞ്ഞ സമയം പെർഫ്യൂമുകൾ ഉണ്ടായാൽ മതി. അത് ഫ്രൂട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം ഫ്ലോറൽ ടൈപ്പിലുള്ള പെർഫ്യൂമുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ഞാൻ പഠിച്ച ഒരു അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും നിങ്ങൾ പരമാവധി ഈ ഫ്രൂട്ടി, സ്വീറ്റി തരത്തിലുള്ള പെർഫ്യൂമുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് നിങ്ങൾക്ക് നല്ല യോജിച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പരമാവധി EDP ലെവലുള്ള പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. കാരണം EDP പെർഫ്യൂമുകളിൽ അതിൻ്റെ ബേസ് നോട്ടും മിഡിൽ നോട്ടും അത്യാവശ്യം കൂടുതൽ ഫ്രാഗ്രൻസുകൾ ഉള്ളതാണ്. സാധാരണ ഒരു കമ്പനി ആണെങ്കിൽ പോലും ഒരു 4, 5, 6, 7 മണിക്കൂർ വരെ ഇതിൻ്റെ ലാസ്റ്റിംഗ് നമുക്ക് ലഭിച്ചേക്കാം. അത്യാവശ്യം ബ്രാൻഡഡ് പെർഫ്യൂമുകളാണെങ്കിൽ 18, 20 മണിക്കൂർ വരെ, അല്ലെങ്കിൽ 24 മണിക്കൂർ വരെ ലഭിച്ചേക്കാം. ചില ഫ്രഞ്ച് പെർഫ്യൂമുകൾ കേവലം വില കൂടിയ ഏകദേശം 50,000, 60,000 ഇന്ത്യൻ രൂപയിൽ വില വരുന്ന പെർഫ്യൂമുകൾ മാർക്കറ്റിലുണ്ട്. അത്തരത്തിലുള്ള പെർഫ്യൂമുകൾ 24 മണിക്കൂറിലധികം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. കാരണം ഫ്രഞ്ച് മേഖലകളിലുള്ള ഫോർമുലയാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ആ ഒരു ലാസ്റ്റിംഗ് ചെയ്യുന്ന ആ നിജസ്ഥിതി, അതിൻ്റെ പെർഫ്യൂമുകൾ, അതിൻ്റെ സിന്തറ്റിക് ഓയിലുകളേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് ഓയിലുകളാണ് ഇതിന് ഇത്രയും അധികം. അതിലുപയോഗിക്കുന്ന ഫിക്സറ്റീവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇത്രയും സമയം ലാസ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി EDP ലെവലിലുള്ള പെർഫ്യൂമുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. പെർഫ്യൂമുകൾ വാങ്ങിക്കാനുള്ള കുറഞ്ഞ ടിപ്സുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട് ആ അറിവ് നിങ്ങൾ അറിയേണ്ടതാണ്. ഇനിയും പെർഫ്യൂമുകളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.